അംഗങ്ങൾ തന്നെ കലാമേഖലയിൽ ഒന്നിച്ചു പ്രവർത്തിക്കുന്നവരായി ഉണ്ടെങ്കിലും ജോലിയും പഠനവുമൊക്കെയായി മുന്നേറുമ്പോൾ അത് നിലനിർത്താൻ സാധിച്ചെന്ന് വരില്ല. എന്നാൽ സ്കൂൾ അധ്യാപികയായ അമ്മയും കോളേജ് വിദ്യാർത്ഥിനിയായ മകളും കഥകളി അരങ്ങിൽ ഒന്നിച്ചെത്തിയത് ആസ്വാദകർക്ക് വേറിട്ട അനുഭവം പകർന്നു നൽകി. നൃത്തത്തിലും പാട്ടിലും ഉപകരണ സംഗീതത്തിലുമൊക്കെ കുട്ടിക്കാലം മുതലേ മികവ് പ്രകടിപ്പിച്ച അജിതയും സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ തുടർച്ചയായി 4 തവണ മോണോ ആക്ടിൽ 1ാം സമ്മാനം കരസ്ഥമാക്കിയ മകൾ ഉണ്ണിമായയും കോഴിക്കോടിൻ്റെ കലാഭൂപടത്തിൽ പുത്തൻ താരോദയങ്ങളായി മാറിക്കൊണ്ടിരിക്കുകയാണ്. മഴമുകിലൊളിവർണ്ണൻ ഗോപാലകൃഷ്ണൻ കൊടമുല്ല കൊണ്ടൊരു കൊരലാരം കെട്ടി ഒഴുകിയിടും നാട്ടിൻ്റെ കൽപ്പടവിൽ ചാരി ഒരു കൊച്ചു സ്വപ്നത്തെ തഴുകിയിരുന്നു. കോഴിക്കോട് കുറ്റിക്കാട്ടൂർ സ്കൂളിലെ അധ്യാപികയും കണ്ണൂർ സ്വദേശിനിയുമായ അജിത കുട്ടിക്കാലം മുതൽ തന്നെ പാട്ടിലും നൃത്തത്തിലും ഉപകരണ സംഗീതത്തിലുമൊക്കെ മികവ് പുലർത്തിയിരുന്നു. ഇപ്പോഴും ഏറെ ഇഷ്ടപ്പെടുന്ന കഥകളി പരിശീലനവും മുടക്കമില്ലാതെ തുടരുന്നുണ്ട്. കഥയില്ലാതെ ഒരു ജീവിതമില്ലെന്ന തിരിച്ചറിവിലൂടെയാണ് മക്കളെയും ആ രംഗത്തേക്ക് കൊണ്ടുവന്ന് ശ്രദ്ധേയരാക്കിയത്. കലാകാരനായ അച്ഛൻ്റെയും അമ്മയുടെയും പിന്തുണയാണ് ഈ രംഗത്തേക്ക് അജിതയെ എത്തിച്ചത്. മകൾ ഉണ്ണിമായ കഥകളി പഠിക്കാൻ ആരംഭിച്ചതോടെ വിവാഹശേഷം കലാരംഗത്ത് നിന്ന് വിട്ടുനിന്ന അമ്മയും ഒപ്പം കൂടി. പിന്നെ ഇരുവരും ഒരുമിച്ചായി പഠനവും പരിശീലനവുമൊക്കെ. ഏറെ നാളത്തെ ആഗ്രഹത്തിനൊടുവിൽ കോഴിക്കോട് അഴകൊടി ക്ഷേത്രത്തിൽ ഒരുമിച്ച് വേദിയിലെത്തുകയും ചെയ്തു. ഗീതോപദേശത്തിൽ കൃഷ്ണൻ അർജുനനെ ഉപദേശിക്കുന്ന രംഗമാണ് അവതരിപ്പിച്ചത്. ഒറ്റയ്ക്ക് ചെയ്യുന്ന സമയത്ത് എന്ന് വെച്ചാൽ ഒരു കഥ നമുക്ക് പൂർത്തിയാക്കാൻ പറ്റില്ല. ഒരു ക്യാരക്ടറിന് മാത്രമേ നമുക്ക് പ്രസൻറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതൊരു കഥയായിട്ട് അവിടെ അവതരിപ്പിക്കാൻ പറ്റില്ലോ എന്നുള്ളൊരു ചിന്തയാണ് അതിലുണ്ടായത്. അതിൽ കൂടുതലും ചെയ്യണം എന്നുള്ളത് എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഒടുങ്ങാത്ത അടങ്ങാത്ത ആഗ്രഹമായിരുന്നു. എനിക്ക് അത്ര ഇഷ്ടമാണ്. അതും കഥകളിയിൽ മിനുക്ക് ചെയ്യുന്നതിനേക്കാളും നല്ലത് എനിക്ക് പുരുഷവേഷം ചെയ്യുന്നതാണ് സ്ത്രീവേഷത്തേക്കാൾ കൂടുതൽ ഇഷ്ടം. അതുകൊണ്ട് ഒരു പുരുഷവേഷം കൂടി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് മകൾ അർജുനനും ഞാൻ കൃഷ്ണനുമായിട്ട് ഗീതോപദേശം കഥയാവും നന്നാവുക എന്ന് പറഞ്ഞു. അത് ആശാനാണ് അങ്ങനെ പറഞ്ഞത്. അപ്പോൾ ഞങ്ങൾക്ക് വളരെ താല്പര്യമായി. യുദ്ധത്തിനെത്തിയ അർജുനൻ കൗരവപക്ഷത്ത് അണിനിരന്ന ഗുരുക്കന്മാരെയും ബന്ധുക്കളെയും കണ്ട് പരിഭ്രാന്തനാകുന്നു. എന്നാൽ അവിടെ അധർമ്മമാണ് നടക്കുന്നതെന്നും ധർമ്മം പുനഃസ്ഥാപിക്കുകയാണ് വേണ്ടതെന്നും പറഞ്ഞ് കൃഷ്ണവേഷത്തിലെത്തി ഉപദേശിക്കുന്ന രംഗം അമ്മയും മകളും ചേർന്ന് മനോഹരമായി ആട്ടുവിളക്കിന് മുന്നിൽ എത്തിച്ചു. എന്നെ കഥകളിയിലേക്ക് കൊണ്ടുവരുന്നത് അമ്മയാണ്. സാജമാഷിൻ്റെ കീഴിലാണ് പഠിച്ചത്. കുറേ കാലമായിട്ട് അന്നേ ഉള്ള ഒരാഗ്രഹമാണ് അമ്മയെ ഒത്തിട്ട് കളിക്കുക എന്നുള്ളത്. അത് ഇപ്പോഴാണ് സാധിച്ചത്. അമ്മയുടെ താല്പര്യത്തിലാണ് ഞാൻ ആദ്യം ഇങ്ങോട്ട് എത്തണത്. എനിക്ക് താല്പര്യം ഇല്ലായിരുന്നതല്ല, അമ്മയുടെ കൂടുതൽ ഇൻട്രസ്റ്റ് ആയിരുന്നു. പിന്നെ ഇവിടെ എത്തിയപ്പോഴാണ് എൻ്റെ അഭിനയവും അതൊക്കെയാണ് കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആക്കി മാറ്റിയത് എനിക്ക്. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ മോണോ ആക്ട്, മിമിക്രി, കഥകളി, നങ്ങിയാർകൂത്ത് തുടങ്ങിയവയിലെ സ്ഥിരം ജേതാവായിരുന്ന ഉണ്ണിമായ കഴിഞ്ഞ തവണ മികച്ച നടിയായും തിരഞ്ഞെടുക്കപ്പെട്ടിരുന്നു. ഗുരുവായൂരപ്പൻ കോളേജിലെ ഈ ബിരുദ വിദ്യാർത്ഥിനിയുടെ ആഗ്രഹം
അഭിനയവും സിനിമയും ഒക്കെ തന്നെ. അങ്ങനെ എൻ്റെ വഴിയെ പൊങ്ങിയ മതിലുകൾക്കെല്ലാം ഈ മുഷ്ടി ചുരുളുവോളമേ ആയുസുണ്ടായിരുന്നുള്ളൂ. ബോക്സിംഗ് റിംഗിൽ എതിരാളിയുടെ ബോധത്തെ കവരുന്ന MC മേരി കോമിന് മാത്രമേ ലോകത്തിനറിയൂ. എന്നാൽ അത് മാത്രമായിരുന്നില്ല ഞാൻ. ഒരു കൈയിൽ താരാട്ടും മറുകൈയിൽ പ്രതിരോധവും. ഓൾ ഇന്ത്യ റേഡിയോ ആർട്ടിസ്റ്റും മട്ടന്നൂർ സിസ്റ്റേഴ്സിൽ ഒരാളുമായ അജിത ടീച്ചർ സ്കൂളിൽ ഗണിതം പഠിപ്പിക്കുന്നത് പോലും പാട്ടിലൂടെയും അഭിനയത്തിലൂടെയും ഒക്കെയാണ്. കുട്ടികളെ ഏറെ സ്വാധീനിക്കാൻ അതിന് കഴിയുമെന്നാണ് അവകാശവാദം. ത്രികോണമിതിയിൽ അംശബന്ധങ്ങൾ 6 കാണാം, 6 കാണാം. മട്ടത്രികോണം വരയ്ക്കുമ്പോൾ ന്യൂനമാം കോണു കണ്ടോ, അതിലൊന്നിൻ അളവായി തീറ്റ, ഒന്നിൻ അളവായി തീറ്റ. ഇങ്ങനെ പറയുമ്പോൾ എന്താണിത്, കുട്ടികൾക്കൊരു ഉദ്വേഗം ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് 6 അംശബന്ധങ്ങളുണ്ടെന്നും മട്ടത്രികോണം വരച്ചാൽ, അല്ലെങ്കിൽ നമുക്ക് ഏത് ത്രികോണങ്ങൾ വരയ്ക്കുമ്പോൾ, മട്ടത്രികോണത്തെക്കുറിച്ച് ആദ്യം പറയുന്നു, പിന്നെ ഏത് ത്രികോണങ്ങൾ വരയ്ക്കുമ്പോഴും നമുക്ക് ഇത്തരം അംശബന്ധങ്ങൾ നമുക്ക് എഴുതാൻ സാധിക്കുമെന്നും ഇത് പ്രകാരം നമുക്ക് മരത്തിൻ്റെ ഉയരം കാണാം എന്നുള്ള രീതിയിൽ ഞാനങ്ങനെ പോകുന്ന സമയത്ത് സ്കൂളിലെ തിരക്കുകൾക്കിടയിലും ഉപകരണ സംഗീതവും നാടൻ പാട്ടും തിരുവാതിര കളിയുമൊക്കെയായി സജീവമായി നിൽക്കാൻ സാധിക്കുന്നത് ജന്മസിദ്ധമായി കിട്ടിയ കഴിവുകൾ കൊണ്ടും ജീവിതത്തെയും കലയെയും വേറിട്ട് കാണാത്തതിനാലുമാണ്.